അൽ ജവാബ് ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MK Fabrics, Convent Road, കൊല്ലം. MK Fabrics, MK Road, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, കൊല്ലം. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. വഴിയെത്ര ദൂരമാണെങ്കിലും ഞാൻ വിസ്തൃത മഹിഷറയിൽ വന്നു ചേരും. ജനിമൃതികൾക്കിടയിൽ മണ്ണിലെൻ ജീവിതം ജീവനാഥ നിന്നെ വാഴ്ത്തിയിരിക്കും. ഇനി എത്ര ദശാബ്ദങ്ങൾ എൻ വഴിത്താരയിൽ വീണടിഞ്ഞിടുവാനുണ്ടെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അൽ ജവാബിന്റെ സുന്ദര വിജ്ഞാന തീരത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടി സ്വാഗതം. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന MK ഫാബ്രിക്സിന് ഈ മാസങ്ങളുടെ മജ്ലിസിന്റെ പ്രാർത്ഥനയുടെ ഗുണം അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. സൂറത്തുൽ മുസ്സമ്മിൽ മാഷാ അല്ലാഹ് നാം പഠിച്ചു, നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ തുടക്കം മുതൽ ഞാനൊന്ന് അതിന്റെ അർത്ഥതലങ്ങളിലൂടെ പതിയെ കടന്നു വരാം. പുതപ്പ് മൂടിക്കിടക്കുന്ന മുത്തുഹബീബിനെ എഴുന്നേൽപ്പിക്കുകയാണ്. പ്രബോധകനുണ്ടാകേണ്ടുന്ന ധൈര്യവും എനർജിയും തരുന്നത് പാതിരാത്രിയിലെ ഇബാദത്തുകളാണ്. എന്നിട്ട് സാവകാശമുള്ള ഖുർആൻ പാരായണങ്ങളുമാണ്. കാരണം ഇതൊക്കെ അങ്ങയോട് ചെയ്യാൻ പറയുന്നത് ഇതൊരു കനപ്പെട്ട സംഭവമാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഈ പ്രബോധനം, ഈ ദീൻ എന്നൊക്കെ പറയുന്നത് ഒരു കനപ്പെട്ട സംഭവമാണ്. അതുകൊണ്ടാണ് അങ്ങ് പൊതുജനത്തിലേക്ക് പോകാൻ പോകുന്നത്. പകലിൽ അങ്ങേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് രാത്രിയിൽ സമാധാനത്തോടെ ഇബാദത്ത് ചെയ്യാൻ അങ്ങയോട് പറഞ്ഞത്. ഇബാദത്തിനിടയിൽ ഖുർആൻ ഓതലും ദിക്റും അങ്ങ് മറന്നുപോകാൻ സാധ്യതയില്ല എന്ന് വരുത്തുന്ന രീതിയിലുള്ള വിശാലമായി ഒരു മുഅ്മിനിനോട് പറയുന്ന രീതിയിൽ, ഉമ്മ ഒരു മകനോട് പറയുന്ന പോലെ അള്ളാഹു പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ. എന്നിട്ട് പറയാണ്, അങ്ങ് പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ അവരോട് അള്ളാഹുവിന്റെ ദീൻ പറയുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ് ലാ ഇലാഹ ഇല്ലാഹു ഫത്തഖിദുഹു വകീലാ. നബിയേ, അള്ളാഹുവിലേക്ക് പരമേൽപ്പിക്കണം നബിയേ. കിഴക്കു പടിഞ്ഞാറിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു. സർവ്വതിന്റെയും അധിപനാണ് അള്ളാഹു. പരമോന്നതനാണ് അള്ളാഹു. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല. അതുകൊണ്ട് ഫത്തഖിദുഹു വകീലാ, നബിയേ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ നിങ്ങൾ അള്ളാഹുവിനെ തിരഞ്ഞെടുക്കണം. റസൂലേ, ജനങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട, ഒരു കാര്യം പറഞ്ഞ് അങ്ങോട്ട് ചെയ്യാം. അല്ലാതെ അവിടെ അവനുള്ളത് കൊണ്ടാണ് ചെയ്തത്, ഇവിടെ ഇവനുള്ളത് കൊണ്ടാണ് ചെയ്തത്, അതൊന്നും വേണ്ട. ഫത്തഖിദുഹു വകീല, കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അള്ളാഹുവിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക റസൂലേ. ഇവിടെ ഒരു വിശ്വാസിയോട് ഏറ്റവും വലിയ തവക്കുലിനെ കുറിച്ച് അള്ളാഹു പറയാണ്. എത്ര ഭംഗിയായിട്ടാണ്, എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു അവതരിപ്പിക്കുന്നത്. ഒരു വിശ്വാസിയോട് തവക്കുലിനെ കുറിച്ച് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായിരിക്കണം. എവിടേക്ക് ഇറങ്ങിയാലും ശ്രദ്ധിക്കേണ്ടുന്ന, ജാഗ്രത കാണിക്കേണ്ടുന്ന സമയം തീർച്ചയായിട്ടും വലിയ തവക്കുൽ ഉണ്ടാവണം. വലിയ തവക്കുൽ നമുക്ക് അനിവാര്യമാണ്. ലൗ അന്നക്കും തതവക്കലൂന ഹഖ്ക തവക്കുലിഹി ലറസകക്കും കമാ യർസുഖു ത്വയ്റു തഉദു ഖിമാസ വതറൂഹു ബിത്വാന. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, പ്രഭാതത്തിൽ ഒട്ടിയ വയറുമായി പുറത്തേക്ക് പോകുന്ന കുഞ്ഞു പറവകൾ വൈകുന്നേരം കൂടുകളിലേക്ക് മടങ്ങി വരുന്നത് നിറഞ്ഞ വയറുമായിട്ടാണ്. അവര് സൂപ്പർ മാർക്കറ്റിൽ പോയി കാർഡ് ഉരച്ചിട്ട് സാധനം വാങ്ങിക്കൊണ്ട് വരുന്നതല്ല, ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരുന്നതല്ല, അവർക്കൊന്നും അവകാശപ്പെട്ടതല്ല. എല്ലാം അള്ളാഹു അവർക്ക് അവകാശപ്പെടുത്തി കൊടുക്കാൻ. അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം, അവർക്ക് ആവശ്യമുള്ളതൊക്കെ അള്ളാഹു കൊടുക്കാൻ. ഞാനൊരു സമയത്ത് വീടിന്റെ ഫ്രണ്ടിൽ ചെടിക്ക് ഇങ്ങനെ വെള്ളമൊഴിക്കുമ്പോൾ
ഒരു ഭാഗത്ത് ഇന്റർലോക്കിന്റെ ഭാഗത്ത് കുറച്ച് വെള്ളം കെട്ടി നിൽക്കാണ്. ഒരു കാക്ക പറന്നു വന്ന് ഈ ചൂട് സമയത്ത് അതിങ്ങനെ കുടിക്കുന്നത് കാണുമ്പോൾ ഞാൻ ചിന്തിച്ചു പോവാണ്, എവിടെ നിന്നാണ് ഈ കാക്കയ്ക്ക് വെള്ളം കിട്ടുക? അതിന് സ്വന്തമായി കിണറില്ല, അതിന് സ്വന്തമായി വസ്തുവില്ല. അതിന് തൊണ്ടയിൽ ദാഹിക്കുന്ന സമയത്ത് ചെടിയിൽ വെള്ളമൊഴിക്കുന്നതാണെങ്കിലോ ടാപ്പ് പൊട്ടിപ്പോകുന്നതാണെങ്കിലോ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് മിനറൽ വാട്ടർ പൊട്ടി തറയിൽ വീഴുന്നതാണെങ്കിലോ എവിടെന്നെങ്കിലും ആ ചൂട് സമയത്ത് അതിന്റെ തൊണ്ട നനയ്ക്കാൻ അള്ളാഹു വെള്ളം കൊടുക്കാൻ. മുത്തുനബി പറയാണ്, ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ കാര്യങ്ങൾ അള്ളാഹു നടത്തിത്തരും. പക്ഷെ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ പടച്ചവൻ എന്റെ ഭാര്യയും മക്കളെ നീ നോക്കിക്കോ തവക്കൽത്തു അലല്ല, അങ്ങനല്ല. ഞാൻ ജോലിക്ക് പോവാണ് റബ്ബേ, എന്റെ കുടുംബത്തെ പോറ്റാൻ തവക്കൽത്തു അലല്ല. എന്റെ ജോലിയിൽ ബറക്കത്ത് വേണം, എനിക്ക് ശമ്പളം വേണം, ജോലി ചെയ്യാൻ ആരോഗ്യം വേണം, അതൊക്കെ നിന്നെ ഏൽപ്പിക്കാൻ. അല്ലാതെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സിൽ എനിക്ക് കോഴിക്കോട് പോകണം തവക്കൽത്തു അലല്ല എന്ന് പറഞ്ഞ് കയറിയിരുന്നാൽ വണ്ടി അവിടെ എത്തൂല. അപ്പൊ അതല്ല തവക്കുൽ എന്ന് പറയുന്നത്. ഒട്ടകത്തെ കെട്ടുക എന്നിട്ട് അള്ളാഹുലേക്ക് തവക്കുൽ ഏൽപ്പിക്കാം. അല്ല ഒട്ടകത്തെ കയറൂരി വിട്ടിട്ട് നീ നോക്കിയോ റബ്ബേ എന്ന് പറയലല്ല. അപ്പൊ ഈ രീതിയിലൂടെ തവക്കുലിനെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു കൊടുക്കാണ്, അള്ളാഹുവിന്റെ ഹബീബിലേക്ക് പറഞ്ഞു കൊടുക്കാണ് അള്ളാഹു. ഇവിടെ നമുക്കും ആ തവക്കുൽ ഉണ്ടാവണം. വേറെ മാർഗമൊന്നുമില്ല. അള്ളാഹ് എല്ലാം നിന്നിലേക്ക് അർപ്പിക്കുന്നു പടച്ചവനെ. ബാങ്കിൽ പോലും ഹയ്യ അല സ്വലാത്ത്, നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ നിങ്ങളോട് പറയാൻ പറഞ്ഞത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പടച്ചവനെ, നടന്നു വരണമെങ്കിലും വാഹനത്തിൽ വരണമെങ്കിലും ത്രാണിയും കഴിവും ഒക്കെ നിന്നെ കൊണ്ടേ പറ്റുള്ളൂ, ഞങ്ങൾക്കതിന് കഴിയൂല. അതുകൊണ്ട് റബ്ബേ ആ കഴിവ് ഞങ്ങൾക്ക് തരണമേ എന്നതാണ്. ഈ ആഴ്ചയിലെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനുശേഷം പഠിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് ചെറിയൊരു സൂചന തരുന്നത് നല്ലതായിരിക്കുമല്ലോ. മഗ്ഫിറത്തിന്റെ പ്രാർത്ഥന, വളരെയേറെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരാനും അള്ളാഹുവിന്റെ കോപത്തിൽ നിന്നും രക്ഷപ്പെടാനുമുള്ള പ്രാർത്ഥന. അപ്പോ അള്ളാഹിന്റെ തൃപ്തി ഉണ്ടാവണം, കോപത്തിൽ നിന്ന് രക്ഷപ്പെടണം. അതിനുള്ള പ്രാർത്ഥന നമുക്ക് ഇന്ന് പഠിച്ചു വെക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. MK റോഡ്, കൊല്ലം. എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹലോ. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. സിഗ്നേച്ചർ ഗ്രൂം ആൻഡ് ബ്രൈഡ്, ഓപ്പോസിറ്റ് ശങ്കസ് ഹോസ്പിറ്റൽ, കൊല്ലം. അമ്മേ ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്, കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ജവാബ് പ്രോഗ്രാമിന്റെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. റജബ് മാസം 6-ാം തീയതി ഹാജ മൊയ്നുദ്ദീൻ ചിസ്തി അജ്മീരി അവറുകളുടെ ആണ്ട് നേർച്ചയാണെന്ന് പറയപ്പെടുന്നു. അദ്ദേഹത്തിന് ഇന്ത്യയുടെ സുൽത്താൻ എന്ന പേര് കൂടി ഉണ്ടല്ലോ. അത് എങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്? അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സുൽത്താൻ
ആയിരുന്നു. ഇത് എഴുതിയയച്ച് ചോദിച്ചത് മുഖ്യദ്ദീൻ റാവുത്തറാണ്, ആലപ്പുഴ. ഇന്ത്യ ചരിത്രത്തിലെ രാജാക്കന്മാരുടെയും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്ത് നടത്തുന്നവരുടെയൊക്കെ ചരിത്രത്തിൽ അജ്മീറിലേക്ക് പോയില്ലെങ്കിൽ ഉണ്ടാകുന്ന അവരുടെ അങ്കലാപ്പും ആശങ്കയും വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഖ്വാജ മഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങള് അഹ്ലു ബൈത്തിൽപ്പെട്ട താരകമാണ്. ഒരുപാട് അത്ഭുതകരമായ വിജ്ഞാനം നുകരുകയും പഠിക്കുകയും ചെയ്ത് അവസാനം മദീനയിൽ സിയാറത്ത് നടത്തുമ്പോൾ അന്ത സുൽത്താനുൽ ഹിന്ദ്, നീ ഇന്ത്യയുടെ രാജാവാണ്, ഇന്ത്യയിലേക്ക് പോകണമെന്ന് മുത്തു ഹബീബാണ് അവിടേക്ക് സന്ദേശം കൊടുക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുന്നത്. 90 ലക്ഷത്തിലധികം ആളുകൾ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടുകൊണ്ട് മാത്രം ഇസ്ലാമിലേക്ക് വന്നു എന്ന് ചരിത്രത്തിലുണ്ട്. എൻസൈക്ലോപീഡിയയിലൊക്കെ ഹാജ മൊയ്നുദ്ദീൻ ചിശ്തിയുടെ പേര് ചരിത്രം കൊടുത്തിരിക്കുന്ന ഭാഗത്ത് 90 ലക്ഷം ആളുകൾ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ചരിത്രത്തിൽ അങ്ങനെ തന്നെയാണ് ഇന്ത്യയുടെ സുൽത്താൻ എന്ന് അന്നും ഇന്നും എന്നും അറിയപ്പെടുന്ന ഖ്വാജ മഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ. അത് അവിടെ മുഴുവനും അംഗീകരിക്കുന്നതാണ്, ലോകം മുഴുവനും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. അവരെ വന്ന് കാണാനും ഇന്ത്യയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിവുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തെ വന്ന് സന്ദർശിക്കാനും മനസ്സ് കാണിക്കുന്നത് അതുകൊണ്ടാണ്. അവിടുത്തെ പൊരുത്തം അള്ളാഹു നമുക്ക് തരട്ടെ. അവിടുത്തെ ആണ്ടായിരുന്നു റജബ് 6-ന്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ ഗുരുത്വ പൊരുത്തങ്ങളിലൂടെ സഞ്ചരിക്കാൻ നമ്മെ അള്ളാഹു തിരഞ്ഞെടുക്കട്ടെ. മജ്‌ലിസുൻ നൂറിന്റെ അവസാനത്തിലും മദ്ഹിന്റെ മജ്‌ലിസിലും യാ അക്രമ പോലുള്ള ബൈത്തുകൾ ചൊല്ലുമ്പോഴും എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നത് കാണാം. ഇത് എന്തിനാണ് ഉസ്താദ്? ചോദിച്ചിരിക്കുന്നത് ഷംന ഫാത്തിമ, വയനാട്. മജ്‌ലിസുൻ നൂറിന്റെ അവസാനം എഴുന്നേറ്റ് നിൽക്കുന്നത് കാല് വേദനിക്കുന്നത് കൊണ്ടല്ല. മജ്‌ലിസ് നടക്കുമ്പോൾ, മദ്ഹിന്റെ മജ്‌ലിസ് നടക്കുമ്പോൾ യാ അക്രമൽ എന്ന് തുടങ്ങുന്ന അല്ലെങ്കിൽ അശ്റക്ക ബൈത്ത് തുടങ്ങുമ്പോഴൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്തുകൊണ്ടല്ല? ക്ഷീണം കൊണ്ടല്ല. മറിച്ച് അതിനകത്ത് പ്രത്യേക പ്രാർത്ഥനയും ബൈത്തുകളുമാണ് വരുന്നത്. കുറച്ച് ആദരവ് കൂടട്ടെ, കുറച്ച് ബഹുമാനം കൂടട്ടെ. ഈ സദസ്സിലിരുന്ന് ഉറങ്ങുന്ന ക്ഷീണിച്ചിരിക്കുന്നവർക്കൊക്കെ എഴുന്നേറ്റ് നിന്ന്, ഇപ്പൊ നമ്മൾ മജ്‌ലിസിൽ പ്രസംഗിച്ചാലും ദുആടെ സമയമാകുമ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നത് ദുആയ്ക്ക് കുറച്ച് ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ആവേശം ആ സമയത്ത് വരും. അപ്പൊ ഈ അശ്റക്ക ബൈത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നോക്കിയാലും യാ അക്രമയുടെ ആദ്യം മുതൽ അവസാനം വരെ നോക്കിയാലും നമ്മൾ അറിയാതെ ലൈറ്റ് ചേർന്ന് പാടി പറയാൻ പറ്റുന്ന അർത്ഥതലങ്ങളാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ കണ്ണുനീരോടെ ആ കാര്യം അള്ളാഹുവിലേക്ക് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ആ ഒരു മനോഹാരിതയ്ക്ക് വേണ്ടിയാണ് എഴുന്നേൽക്കുന്നത്. ഇപ്പൊ മജ്‌ലിസുൻ നൂറിന്റെ അവസാനം അങ്ങനെ എല്ലാവരും എഴുന്നേൽക്കലില്ല. പക്ഷെ എഴുന്നേൽക്കുന്നത് എന്തിനാണ്? ഏറ്റവും അവസാനം ഇങ്ങനെ ദാഹം മൗത്തത് കൂട്ടിയിട്ട് നമ്മുടെ മരണത്തിന്റെ സമയത്ത് ബദരീങ്ങളുടെ പൊരുത്തം അതൊക്കെ ചോദിച്ചുകൊണ്ടുള്ള സമയമാകുമ്പോൾ അവസാനം ഇതുവരെ ചെയ്ത പ്രാർത്ഥനകളുടെ മുഴുവൻ കബൂലിയത്ത് വരുന്ന അർത്ഥതലങ്ങളെ അള്ളാഹുവിലേക്ക് ചോദിക്കാൻ, അതുകൊണ്ടാണ് ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത്. ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും അതേസമയം തന്നെ അള്ളാഹുവിനോട് അൽഹംദുലില്ലാ എന്ന് സ്തുതി പറയുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന് വരുന്ന പ്രാർത്ഥന ആ സമയത്ത് ചൊല്ലുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്? ഇത് എഴുതിയയച്ച് ചോദിച്ചിരിക്കുന്നത് പാരിഷ ബീവിയാണ്, ബാലരാമപുരം. പ്രാർത്ഥനയിൽ മഗ്ഫിറത്തും വരുന്നുണ്ട്, സ്തുതിയും വരുന്നുണ്ട്. വളരെ നല്ല ചോദ്യമാണ്, ശരിയാണ്. നമ്മളിപ്പോ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ എന്തിനാണ് ഇത് പറയാൻ നമ്മളെല്ലാവരും ചിന്തിക്കാറുണ്ട്. ഗുഫ്റാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫനി. ഇതാണ് ഈ പ്രാർത്ഥന. ഗുഫ്റാനക, നമ്മൾ അള്ളാഹു നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു എന്നത് അവിടെ നിൽക്കട്ടെ. അദ്ഹബ അന്നിൽ അദാ വഅഫനി. ഗുഫ്റാനക അൽഹംദുലില്ലാ, അള്ളാഹു നിന്നെ സ്തുതിക്കുന്നു. അദ്ഹബ അന്നിൽ അദാ വഅഫനി, നമ്മുടെ വയറ്റിനകത്തുള്ള നികൃഷ്ടത നജസ് പുറത്തേക്ക് കൊണ്ടുപോയി എന്നെ സുഖമാക്കി, അൽഹംദുലില്ലാ. അതിന് അൽഹംദുലില്ലാ ഓക്കെ. പക്ഷെ എന്തിനാണ് ഉഫ്റാനൊക്കെ പറയുന്നത്, പൊറുക്കലിനെ ചോദിക്കുന്നത് എന്തിനാണ്? ഈ ബാത്റൂം എന്ന് പറയുന്ന സ്ഥലത്ത് ബാത്റൂമിനകത്തിരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിനെ കുറിച്ച് ദിക്റുകള്, അസ്മാഉൽ ഹുസ്ന, ആയത്ത്, ഖുർആൻ ഇതൊന്നും നമ്മൾ ചിന്തിക്കാനേ പാടില്ല. പക്ഷെ സ്വാഭാവികമായും നമ്മൾ ചിന്തിച്ചു പോയാൽ, നമ്മൾ അറിയാതെ ആലോചിച്ചു പോയാൽ അത് തെറ്റാണ്. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉഫ്റാനക്ക, പടച്ചവനെ നിന്നോട് അതിൽ നിന്ന് ഞാൻ പൊറുക്കലിനെ തേടുന്നു, ആ സംഭവം സംഭവിച്ചു പോയതിന് നിന്നോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു റബ്ബേ എന്നാണ്
പാപമോചനം, മഹ്ഫിറത്ത്, ഉഫ്രാനൊക്കെ ചേർത്ത് പറയാനുള്ള കാരണം അതാണ്. എന്റെ നാട്ടിൽ എനിക്ക് 75,000 രൂപ തരുവാനുള്ള ഒരു മനുഷ്യൻ മരണപ്പെടുകയുണ്ടായി. മരണപ്പെടുന്നതിന് മുൻപ് അയാൾ പൊരുത്തപ്പെടുവിക്കുകയോ എന്റെ കടബാധ്യതയെക്കുറിച്ച് മക്കളോട് അറിയിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. അയാൾ മരണപ്പെട്ടതിന് ശേഷം അയാൾ എനിക്ക് തരുവാനുള്ള 75,000 രൂപ ഞാൻ പൊരുത്തപ്പെട്ട് അയാൾക്ക് കൊടുക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷേ എന്നോട് സംസാരിക്കാത്തത് കൊണ്ടും കടം എഴുതി വയ്ക്കാത്തത് കൊണ്ടും അള്ളാഹുവിന്റെ അടുക്കൽ അയാൾ കുറ്റക്കാരനാവുന്നു. ഇത് എഴുതിയേറ്റ് ചോദിച്ചത് ഖാലിദ് കുട്ടിയാണ്, നെടുമങ്ങാട്. അൽഹംദുലില്ലാ, ഇത്തരം നല്ല ആളുകൾ, ഇത്തരം നല്ല മനസ്സുള്ളവർ. ആ മനുഷ്യൻ മരണപ്പെട്ടു പോയി, തനിക്ക് തരാനുള്ള കാശ് പോലും തന്നിട്ടില്ല. താൻ അത് അവർക്ക് പൊരുത്തപ്പെട്ടും കൊടുത്തു. പക്ഷെ എന്നാലും മനസ്സിന്റെ ആശങ്ക, അദ്ദേഹത്തിന് ഇനി അതിന്റെ പേരിൽ ഖബറിൽ പരലോകത്ത് വല്ല പ്രയാസങ്ങളോ സങ്കടങ്ങളോ ഉണ്ടാകുമോ എന്നുള്ള വലിയ ആശങ്കയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള മനുഷ്യരാണ് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക്, നമ്മുടെ ജീവിതത്തിന്റെ പുണ്യത്തിനൊക്കെ കാരണമാകുന്നത്. തീർച്ചയായിട്ടും ആ 75,000 രൂപയെക്കുറിച്ച് മരണപ്പെട്ടുപോയ ആൾ മക്കളോട് പറയാത്തത് തെറ്റാണ്. അദ്ദേഹം ഒരു കടലാസിലോ ഡയറിയിലോ എഴുതി വെക്കാത്തത് തെറ്റാണ്. അദ്ദേഹം ആരോടെങ്കിലും അത് ഏൽപ്പിക്കാത്തത് തെറ്റാണ്. കടബാധ്യതയുള്ള മയ്യത്തിന്റെ പാവങ്ങൾ പോലും അള്ളാഹു പൊറുക്കൂല എന്നതാണ് വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയം, വളരെയേറെ ഗൗരവമുള്ള വിഷയം, ചെറിയ കാര്യമല്ല. പക്ഷെ ഇവിടെ ഈ മനുഷ്യൻ പൊരുത്തപ്പെട്ടു കൊടുത്തു, അത് മതി. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളുടെ സ്വീകാര്യതയ്ക്ക് അത് മതി. പക്ഷെ എന്നാലും ഈ ചോദ്യത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, നാം ആർക്കെങ്കിലും ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ അത് വ്യക്തമായി ഒന്നുകിൽ നമ്മൾ വിശ്വസിക്കുന്ന ഭാര്യയോട്, മക്കളോട്, അല്ലെങ്കിൽ ഒരു നമ്മുടെയൊക്കെ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന ഡയറിയിലൊക്കെ എഴുതി വെച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നാളെ പരലോകത്തേക്ക് ചെല്ലുമ്പോൾ വളരെയേറെ പ്രയാസത്തിലായി പോകും. തീർച്ചയായിട്ടും കടത്തിൽ നിന്നും രക്ഷപ്പെട്ട് മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹുവിനോട് എന്ത് പ്രാർത്ഥന നടത്തിയാലും അള്ളാഹു നടത്തി കൊടുക്കുമായിരുന്നു. രോഗികൾക്ക് പ്രാർത്ഥന കൊണ്ട് ആശ്വാസം കൊടുത്തിരുന്ന പ്രവാചകൻ. എന്നാൽ ആ പ്രവാചകന്റെ കാലത്ത് പോലും പ്രവാചകരെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന ചില സഹാബികളൊക്കെയും കാഴ്ചയില്ലാത്തവരായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അവരുടെ കാഴ്ച പൊന്നാര ഹബീബ് പ്രാർത്ഥന കൊണ്ട് മടക്കി കൊടുക്കാതിരുന്നത്? ചോദിച്ചിരിക്കുന്നത് മുഹമ്മദ് കബീറ, കോഴിക്കോട് നിന്ന്. വളരെ നല്ല അർത്ഥവത്തായ പഠനാർഹമായ ചോദ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിക്ക് കഴിവുണ്ട് എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്ത റസൂലിന് ചില കഴിവ് കൊടുത്തത് രോഗികളെ മുഴുവനും നിരത്തി നിർത്തി നിങ്ങളുടെ രോഗം ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ ഒരു സ്ഥലത്തും അങ്ങനെ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടില്ല. തനിക്ക് ബാധിച്ച വിശപ്പും വൈഷമ്യതകളും പോലും മാറ്റിത്തരണമെന്ന് അള്ളാഹുവിലേക്ക് പ്രാർത്ഥനയിലൂടെ ഉരുവിട്ടിട്ടില്ല പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അവിടുത്തെ അത്ഭുതകരമായ മുഅ്ജിസത്ത് കൊണ്ട് ഒരുപാട് പേർക്ക് ശാരീരികമായ വൈകല്യങ്ങളും വിഷമങ്ങളും മാറിപ്പോയിട്ടുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹുവിന് കണ്ണിന് രോഗം വന്നപ്പോൾ ആ കണ്ണിൽ മന്ത്രിച്ചു കൊടുത്തതും പിന്നീട് സഹാബത്തിൽ ഏറ്റവും നല്ല കാഴ്ചയുള്ള കണ്ണായി അത് മാറുകയും ചൂട് തണുപ്പ് കാലാവസ്ഥകളിൽ ഒട്ടും വിഷമമില്ലാത്ത തരത്തിൽ ആ കണ്ണിന് മാത്രം പരിപൂർണമായ ആരോഗ്യം ലഭിച്ചതും ചരിത്രത്തിന് തെളിവാണ്. പിന്നെ അള്ളാഹു ഒരു മനുഷ്യന് കൊടുത്തിരിക്കുന്ന കാഴ്ചയില്ലായ്മ, അന്ധത, അത് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീ അവന് ആ കാഴ്ച കൊടുത്തത്, അന്ധത കൊടുത്തത് ശരിയായില്ല റബ്ബേ എന്ന് അള്ളാഹുവിനോട് പറയാൻ നിൽക്കില്ല. കരഞ്ഞുകൊണ്ട് നബിയേ എനിക്ക് കാഴ്ച വേണം, അവിടെ നിന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞവർക്ക് മുത്ത റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നതല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരൂ, നിങ്ങളുടെ കാഴ്ച മാറ്റിത്തരാം, നിങ്ങളുടെ കാഴ്ച ശരിയാക്കി തരാം എന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടില്ല. മുഅ്ജിസത്ത് എന്ന് പറയുന്നത് ഞാൻ പ്രവാചകനാണ് എന്ന് അറിയിക്കാൻ വേണ്ടി കച്ചവടമായി കൊണ്ടു നടക്കുന്ന സാധനമല്ല. അത് ജീവിതത്തിനിടയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു പോകുന്ന ചില അത്ഭുതങ്ങളാണ്. അങ്ങനെ 1000 അത്ഭുതങ്ങൾ മുത്ത റസൂലിന്റെ ജീവിതത്തിൽ കാണാനും പഠിക്കാനുമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ അസുഖം മാറ്റിക്കൊടുത്തില്ല, ഇവരുടെ അന്തര മാറ്റിക്കൊടുത്തില്ല, ഇവരുടെ വൈകല്യം നീക്കി കൊടുത്തില്ല എന്ന ചോദ്യത്തിന് അവിടെ യാതൊരുവിധ പ്രസക്തിയുമില്ല. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്താൽ
തീർച്ചയായിട്ടും അള്ളാഹു നടത്തി കൊടുക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ടായി. എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹലോ. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. സിഗ്നേച്ചർ ഗ്രൂം ആൻഡ് ബ്രൈഡ്, ഓപ്പോസിറ്റ് ശങ്കസ് ഹോസ്പിറ്റൽ, കൊല്ലം. അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ, ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എല്ലാ ദുആവസിയത്തുകളും എല്ലാ എഴുത്തുകളും അള്ളാഹു സ്വീകരിക്കട്ടെ. ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള 1ാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ് തിരുവനന്തപുരമാണ്. മാഷാ അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അബ്ദുൽ ലത്തീഫ് സാഹിബിന് കൊടുത്തിരിക്കുന്നത് ബിസിനസിന്റെ വലിയ ഹിക്മത്തുള്ള ഒരു തലച്ചോറാണ്. അതിനോടൊപ്പം തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കാനും അടുത്തിടപഴകാനും ഒക്കെയുള്ള ഒരു നല്ല മനസ്സുണ്ട്. അള്ളാഹു ആ കുടുംബത്തിന് എല്ലാവിധ ഖൈറും ആ ബിസിനസ്സിലൂടെ ചൊരിഞ്ഞു കൊടുക്കട്ടെ. സമ്പത്ത് അധികരിക്കുമ്പോൾ അഹങ്കാരം വരാതെ വിനയത്തോടെ വന്ന വഴി മറക്കാതെ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന സേവകനായി തന്നെ തുടരാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി കൊടുക്കട്ടെ. 2ാം സമ്മാനം കൊടുക്കുന്നത് സിഗ്നേച്ചർ കൊല്ലം, ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ സാഹിബാണ്. മാഷാ അള്ളാഹ് അതിന്റെ നേതൃത്വം കൊടുക്കുന്നത്. എത്രയോ കാലങ്ങളായി നമ്മളോടൊപ്പം ഉണ്ട് ആ പ്രിയപ്പെട്ടവർ. തീർച്ചയായിട്ടും അള്ളാഹു നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഇനിയും ഒരുപാട് പുരോഗതി അള്ളാഹു കൊടുക്കട്ടെ. ശങ്കേഴ്സ് ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റുള്ള അദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ എന്ന് പറയുന്ന സ്ഥാപനത്തിന് എല്ലാ വളർച്ചയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മാഷാ അല്ലാഹ്, ഇന്ന് നമ്മൾ പഠിക്കാമെന്ന് പറഞ്ഞിരുന്ന പ്രാർത്ഥന ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് മഗ്ഫിറത്തും അള്ളാഹുവിന്റെ സഹായമൊക്കെ ആവശ്യമാണ് ഇനിയുള്ള സമയം. ഈ പ്രാർത്ഥന നിരന്തരം നമ്മൾ പറയണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم إنا نسألك برضاك مغفرة من عندك ونعوذ بك من سخطك ونتوب إليك إنك أنت التواب الرحيم. اللهم إنا نسألك برضاك. اللهم إنا نسألك برضاك. പടച്ചവനെ, നിന്റെ തൃപ്തി കൊണ്ട് നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു റബ്ബേ. മഗ്ഫിറത്തൻ, പാപമോചനത്തെ ചോദിക്കുന്നു. മിൻ ഇൻദിക, നിന്റെ അടുത്തുനിന്നുള്ള പാപമോചനത്തെ ചോദിക്കുന്നു. അല്ലാഹ്, ഒരു പ്രാവശ്യം കൂടി പറയാം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിറിളാക മഗ്ഫിറത്തൻ മിൻ ഇൻദിക വനഊദു ബിക മിൻ സഖതിക വനഊദു ബിക മിൻ സഖതിക വനഊദു ബിക. പടച്ചവനെ, നിന്നോട് ഞങ്ങൾ കാവലിനെ ചോദിക്കുന്നു. മിൻ സഖതിക, നിന്റെ കോപത്തിൽ നിന്ന് കാവലിനെ ചോദിക്കുന്നു. വനതൂബു ഇലൈക, നിന്നിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നു റബ്ബേ. ഇന്നക അന്ത തവ്വാബുർ റഹീം, നീ തൗബ സ്വീകരിക്കുന്നവനും കരുണയുള്ളവനുമല്ലേ റഹ്മാനേ. പരിശുദ്ധ ശഅബാനിൽ കരഞ്ഞു ദുആ ചെയ്യാനുള്ള പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിറിളാക. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിറിളാക മഗ്ഫിറത്തൻ മിൻ ഇൻദിക
വനഊദു ബിക മിൻ സുഖ്തിക വനതൂബു ഇലൈക ഇന്നക അൻത തവ്വാബുർ റഹീം. ഈ പ്രാർത്ഥനയും ഈ മജ്ലിസും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നത് MK ഫാബ്രിക്സ്. മാഷാ അല്ലാഹ്, തീർച്ചയായിട്ടും ഇതിനുവേണ്ടി ഒരുപാട് സാമ്പത്തികം അവർ മുടക്കുമ്പോൾ അതിന്റെ ഒരു ബറക്കത്ത്, ഒരു ഐശ്വര്യം അവരുടെ കച്ചവടത്തിൽ ഉണ്ടാവണം. ഇത് സ്പോൺസർ ചെയ്യുമ്പോൾ അവരുടെ കച്ചവടത്തിൽ ഒരുപാട് വളർച്ച. മലബാർ, കോഴിക്കോട്, വിദേശത്തു നിന്നൊക്കെ വരുന്നവരൊക്കെ കൊല്ലം ജില്ലയിൽ വന്നാൽ ആദ്യം ചോദിക്കുന്നത് MK ഫാബ്രിക്സ് എവിടെയെന്നാണ്. ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ, ഈ പരസ്യത്തിലെ നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ച് ഞങ്ങൾ അൽജവാബ് കണ്ടിട്ട് വരികയാണ്, മോളെ നിക്കാഹാണ്, അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് ഡ്രസ്സ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ പ്രോഗ്രാമിന്റെ ഒരു സ്വീകാര്യത തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടപെടലിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെതായ ഒരുപാട് കഴിവും മികവും ആ സംരംഭത്തിനുണ്ട്. ബഹുമാനപ്പെട്ട നിസാർ സാഹിബ്, ഷറഫുദ്ദീൻ സാഹിബ് ഒക്കെ അതിനുവേണ്ടി മെനക്കെട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വസ്ത്ര ശൃംഖലയിൽ അണിചേരാൻ, അതിനെ ബുക്ക് ചെയ്യാൻ, അതിൻ്റെ ബുക്കിംഗ് നമ്പരൊക്കെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പരസ്യത്തിൽ അവരുടെ പേര് പറയുന്ന ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല, അവിടെ വന്നിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് ഇത്രാം തീയതിയാണ് കല്യാണം, അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ രീതിയിലുള്ളതാണ്, ഈ നിറമാണ്, നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ, അവിടെ ഉള്ളത് എടുക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അതേ രൂപത്തിലും ഭാവത്തിലും നിറത്തിലും ആ ഗുണത്തിലും നിങ്ങൾക്ക് മേന്മയേറിയ വസ്ത്ര ശൃംഖല തന്നെ അവർ നിങ്ങൾ പറയുന്ന ടൈമിൽ ഒരുക്കി തരുന്നതാണ്. അൽഹംദുലില്ലാ, പ്രിയങ്കരനായ നാസറുദ്ദീൻ സാഹിബ്, ഷറഫുദ്ദീൻ സാഹിബ്, നിസാറുദ്ദീൻ സാഹിബ്, അള്ളാഹുവേ ആ സംഘത്തിന് വലിയ യാത്ര ബിസിനസിന്റെ മേഖലയിൽ നടത്താനുള്ള കരുത്ത് കൊടുക്കണേ അള്ളാഹു എല്ലാ ഐശ്വര്യവും അവർക്ക് ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങളെല്ലാം ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ എഴുതി അറിയിക്കുക. അൽ ജവാബ്, AM നൗഷാദ് ബാക്കവി, ദാറുൽ ഇഷ്ക്, തെന്നൂർക്കുളം, മുടപുരം BO, ചിറയിൻകീഴ്, തിരുവനന്തപുരം. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടെയുള്ളവരെയും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തി അടുത്ത വെള്ളിയാഴ്ചയിൽ ഇതേ പ്രോഗ്രാമുമായി ഇതേ സമയത്ത് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MK ഫാബ്രിക്സ്, അൽ ജവാബ്, ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് MK ഫാബ്രിക്സ്, കോൺവെന്റ് റോഡ്, കൊല്ലം. MK ഫാബ്രിക്സ്, MK റോഡ്, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, Kollam. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം.